ഫേക്ക് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സേവാസജീവ് ഡെമോക്രാറ്റിക് പാർട്ടി കേരളത്തിലെ UDF സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ കൊടുക്കുകയാണ്. ഈ വിവരം മാധ്യമ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം ഇവിടെ വിളിച്ചു കൂട്ടിയത്. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ആളുകളെന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇത് പാർട്ടിയുടെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ MK തോമസ് സാറ് എയർ ഇന്ത്യയിലും എയർഫോഴ്സിലും വർക്ക് ചെയ്ത ഒരാളാണ്. ഇത് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ ജോസ് കുരിശിങ്കൽ. അപ്പുറം ഇരിക്കുന്നത് പാർട്ടിയുടെ ദേശീയ ട്രഷറർ സെബാസ്റ്റ്യൻ ചെറിയാൻ കുന്നത്തുപറമ്പിൽ. സാറ് UN വർക്ക് ചെയ്ത ഒരാളാണ്. ഏറ്റവും അങ്ങേരത്തിരിക്കുന്നത് റവറൻ സാംദാസ് നെടുമങ്ങാട്. അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്. അദ്ദേഹം ഒരു പാസ്റ്ററും കൂടിയാണ്. നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാമെന്ന്. ഈ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് കേരളം ഭരിക്കുകയാണ്. ഇന്നിവിടുത്തെ നമ്മൾ നോക്കി ഏറ്റവും മെയിനായിട്ട് കാണുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ യുവജനങ്ങളും നമ്മുടെ ജൻസിയും നമ്മുടെ കുഞ്ഞുങ്ങളുമാണ്. ഇത് നമ്മുടെ കേരളത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എൻ്റെ തന്നെ വ്യക്തിപരമായ ജീവിതം നോക്കുക, നമ്മുടെയൊക്കെ ഓരോ ജീവിതം നോക്കിയാൽ മതി. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഇവിടുന്ന് നാട് വിട്ടു പോവുകയാണ്. അതായത് ഇത്രയും പൈസ മുടക്കി നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പഠിപ്പിച്ചിട്ട് +2 കഴിയുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റ് രാജ്യങ്ങളിൽ പോയി അവിടെ പോയി അപ്രത്യക്ഷരാകുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. അവർക്കൊരു നല്ലൊരു തൊഴിലവസരം കൊടുക്കുവാൻ ഗവൺമെൻറ്റിന് കഴിയുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ ഏത് മേഖലയെടുത്ത് ആരോഗ്യ മേഖലയെടുത്ത് പരിശോധിച്ച് നോക്കൂ, അവിടെയും ഈ ഗവൺമെൻറ് ഒരു സമ്പൂർണ്ണ പരാജയമാണ്. വ്യവസായത്തിൻ്റെ മേഖലയെടുത്ത് പരിശോധിച്ച് നോക്കൂ, നല്ല ഒന്നാന്തരം വൻകിട നിക്ഷേപങ്ങളുള്ള വ്യവസായങ്ങൾ ഇവിടെ നടത്തുവാനായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഇവിടെ അവർ തന്നെ രൂപപ്പെടുത്താണ് കെൽട്രോൺ എന്ന് പറയുന്നത്. കെൽട്രോണിൻ്റെ എത്ര ഉപവിഭാഗങ്ങൾ നിങ്ങൾ തിരുവനന്തപുരത്തുള്ള മാധ്യമ സുഹൃത്തുക്കൾക്കറിയാം. കെൽട്രോൺ കൗണ്ടേഴ്സ്, കെൽട്രോൺ റെക്ടിഫയേഴ്സ്, എത്രയോ സ്ഥാപനങ്ങൾ ഇവിടെ ശ്രീകാര്യം ഉൾപ്പെടെ സ്ഥലങ്ങളിലുണ്ട്. അതൊക്കെ എത്രയോ ക്ലസ്റ്റർ യൂണിറ്റുകളായി രൂപപ്പെട്ട് അതൊക്കെ വ്യവസായ വളർച്ചയ്ക്ക് സഹായകമായ കാര്യങ്ങളാണ്. ഇവിടെ വ്യവസായ മേഖലയിൽ ഇവിടുത്തെ വ്യവസായ മന്ത്രി ചെയ്യുന്നത് ഒരു ഉപരിപ്ലവമായ ഒരു ഷോ കാണിക്കൽ മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഏത് മേഖലയെടുത്ത് പരിശോധിച്ച് നോക്കിയോ സമ്പൂർണ്ണമായ ഒരു പരാജയം ആണ് ഈ ഗവൺമെൻറ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ ഗവൺമെൻറ് മാറണം. ഇവിടെ പുതിയൊരു ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഉണ്ടാകണം. ഞങ്ങളുടെ ദേശീയ തലത്തിലെ വേരോട്ടമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണിത്. ഇത് പുതിയതായി രൂപപ്പെട്ടതാണ്. ഇതൊരു NGO ആയിരുന്നു. ഈ NGO ഇങ്ങനെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് പരിവർത്തനം ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണിത്. നമുക്ക് ഇന്ന് ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ ഇന്ന് വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ന്യൂനപക്ഷ ഇന്ന് FCRA വിഷയങ്ങൾ എല്ലാ മാധ്യമങ്ങൾക്കും അറിയാവുന്ന. അതുകൊണ്ട് ഈ ഒരു ടോട്ടലി ഈ ഗവൺമെൻറ് മാറണം. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഇവിടെ ഉണ്ടാകണം. അതിന് ഞങ്ങളുടെ പാർട്ടിയുടെ എല്ലാ വോട്ടുകളും ഐക്യ ജനാധിപത്യ മുന്നണിക്കായിരിക്കും. അതൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത്. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.